നമ്മൾ വേണ്ട എന്ന് വെച്ച സിനിമകൾ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? രോമാഞ്ചം. ആട്ടത്തില് പ്രൊഡ്യൂസറിന്റെ റോള് നമ്മളെ റോള് ചെയ്തു. വൈഫും കുട്ടികളൊക്കെ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നപ്പോൾ? സപ്പോർട്ടുണ്ട്, പക്ഷെ വട്ടാന്നാ പറയാം. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10 മുകളില് കഥകൾ കേട്ടു. വെറുതെ കഥ കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഫുൾ സ്ക്രീൻ പ്ലേ കാണാണ്ട് ഇനി ഒരു പടത്തിലേക്ക് കൈവച്ചാൽ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ സിനിമയിലേക്ക് ഇറങ്ങാൻ കഴിയുമായിരുന്നു. സംശയം. 1+1 is not 2 എന്നുള്ളത് സിനിമ വന്നു കഴിയുമ്പോഴാണ് പഠിക്കുന്നത്. കൈ പൊള്ളുന്നുണ്ടല്ലേ? DDRC വെൽസ്പ്രിങ്സ് ആയിട്ടാണ് ആദ്യം പേര് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് DDRC പിരമൾ. അങ്ങനെ 61 ബ്രാഞ്ചുകളായി. അവിടുന്ന് ഞാനിത് കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 240 യൂണിറ്റ്സ്. സ്റ്റാഫ് സ്ട്രെങ്ത്തും കൂടി റീച്ചും കൂടി 2020 ആദ്യഘട്ടത്തിലാണ് കോവിഡ് ഇവിടെ അടി. അപ്പൊ അതേ ഫെസിലിറ്റി തന്നെയാണ് കോവിഡ് ടെസ്റ്റിംഗിലേക്ക് മാറാൻ സാധിച്ചത്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ തെറ്റുമോ? നമസ്കാരം. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ മുഖം നൽകിയാണ് ഡോക്ടർ അജിത് ജോയി. അദ്ദേഹവുമായുള്ള ഒരു പ്രത്യേക അഭിമുഖമാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എനിക്ക് ഡോക്ടറുമായിട്ടുള്ള. എനിക്ക് തോന്നുന്നു നീണ്ട വർഷങ്ങളിലെ ഒരു ബന്ധമാണ്. അന്ന് കാണുമ്പോൾ ഡോക്ടർ, ഇന്നും ഡോക്ടർ തന്നെയാണ്. അതെ. എങ്ങനെയാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്? അന്നും നമ്മൾ കാണുമ്പം സിനിമാ മേഖല അല്ലെങ്കിലും ഒരു എന്താ മാധ്യമ മേഖല. തീർച്ചയായിട്ടും മാധ്യമ മേഖലയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അവിടെ നിന്നാണ് ക്യാമറ ആദ്യം വരുന്നത് മുമ്പിലേക്ക്. അവിടുന്ന് ഉള്ളൊരു വീഡിയോ പരിപാടികളും ന്യൂസും തുടങ്ങി. പിന്നെ അവിടുന്ന് നേരം കിട്ടിയില്ല. പിന്നീട് തുടരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്നേരത്തെ ആ തിരക്കിൻ്റെ ഇതില് DDRC, DDNMRC ന്യൂക്ലിയർ മെഡിസിൻ, പിന്നെ CT ഇൻസ്റ്റലേഷൻസും ക്യാൻസർ തെറാപ്പിയും ആശുപത്രി. പിന്നെ 2014 ഡാഡി മരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടും നേരം ഉണ്ടായില്ല. മൊത്തം നോക്കേണ്ട ഒരു ചുറ്റുപാടായി. ഇനി 2021 DDRCന്ന് ഇറങ്ങുമ്പം ഏകദേശം അത്യാവശ്യം സമയം, ഒരു വളരെ തിരക്കിട്ട ഒരു നമ്മുടെ ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. 2019 ശരിക്കും ദുബായിൽ കുടുങ്ങുമായിരുന്നു. ടർക്കിന്ന് വന്നേച്ചിട്ട് അവിടെ ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ഒരു മുറിക്കകത്തിരുന്ന് അവിടുന്ന് ഫോണിൽ കോവിഡിന്റെ ടെസ്റ്റുകൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ. അന്ന് പണ്ട് മാറ്റി വെച്ചിരുന്ന പെയിന്റിങ് പരിപാടി വീണ്ടും ആരംഭിച്ചു ദുബായിൽ വെച്ച്. അങ്ങനെ ഒരു 50 എനിക്ക് തോന്നുന്നു ഒരു 52 പെയിന്റിങ് ചെയ്തു. ഓൾമോസ്റ്റ് 9 മാസം അബുദാബിയിൽ പെങ്ങടെ വീട്ടിലിരുന്ന് തീർത്തു. അങ്ങനെയാണ് ആ കാലഘട്ടത്തിനിടയ്ക്കാണ് ഈ പറയുന്ന വീണ്ടും ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ ഫീൽഡിലേക്ക് തിരിച്ച് ഒന്ന് നോക്കിയാലോ എന്നുള്ളൊരു ആഗ്രഹം വന്നു. അന്നേരം തന്നെ അച്ചും ചെറിയൊരു സ്റ്റുഡിയോ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മള് അച്ഛന് DDRCയുടെ മെഡിക്കൽ വീഡിയോസും ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോമോസും. നമുക്ക് പേഷ്യൻ്റ് അല്ലെങ്കിൽ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വിഷ്വൽ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ആവശ്യമുണ്ടായിരുന്നു. അച്ചു അന്ന് ഫിലിം എഡിറ്ററാണ്. നമുക്ക് ടോക്സ് റെക്കോർഡ് ചെയ്യാനായിട്ടും മെസ്സേജ് കൺവേ ചെയ്യാനായിട്ടും ഒരു ചെറിയ സ്റ്റുഡിയോ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അത് കൂടാണ്ട് അന്നേരമാണ് ഈ ഒരു സ്റ്റോറിന്റെ കാര്യം. വിചിത്രമാണല്ലോ ആദ്യം നിർമ്മിച്ചത്. അതിന് മുമ്പേ അച്ചു വേറൊരു പടം ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ഞാനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ. അപ്പൊ ഡിസ്കഷനൊക്കെ നടക്കുമായിരുന്നു. പിന്നെ അത് നടക്കാണ്ട് പോയി അച്ചുവിന്റെ ആ പടം. അപ്പം വേറൊരു സ്റ്റോറി ഈ പറയുന്ന സമയത്ത് ഇത് ഒരു ഭാഗമായി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ 9 മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. എന്നാ ഇതിലേക്കൊന്ന് നോക്കിക്കളയാന്ന് വിചാരിച്ചു. അങ്ങനെ എന്നാ വെറുതെ ഇതിലേക്ക് നോക്കണ്ട, ഒരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കാം. അപ്പം എന്നാ ഒരു ക്യാമറ വാങ്ങിക്കാം. സ്വന്തമായിട്ട് ക്യാമറ വാങ്ങാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത് വേറൊരു ഇൻകം സ്ട്രീം. ഇനി പടം വർക്കായില്ലെങ്കിലും ക്യാമറ റെന്റൽസ് ആദ്യം ക്യാമറ വാങ്ങുവാണ്. അല്ല, ആക്ച്വലി ക്യാമറ രണ്ടാമതാ വരുന്നത്. ഇതിന്റെ കോസ്റ്റും ഇതെല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്ത സമയത്താണ് ഇതിന് ഇത്രയും റെന്റൽ വരും എന്ന് പറഞ്ഞു. ക്യാമറ മേടിച്ചേക്കാൻ ഇത്രയും റെന്റൽ വരുമെന്നുണ്ടെങ്കിൽ
നമ്മൾ ഇനിയും 1-2 എണ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ കാശെങ്കിലും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതാ. ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം എന്നുള്ളൊരു ഇതാണ്. അന്ന് ആര്യ അലക്സ LF മിനി ആദ്യമാണ് കേരളത്തിൽ. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 കൂടെ ഓൾറെഡി കേരളത്തിലുണ്ട്. അന്ന് പണ്ട് ഹൈദരാബാദിൽ നിന്നും ബോംബെ നിന്നും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പം ആ പറയുന്ന എന്ന് പറഞ്ഞാൽ 1 കൊല്ലമേ ഉള്ളൂ. അപ്പം ആ ടൈം വിൻഡോയിൽ അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു സ്റ്റുഡിയോയും കൂടെ ആയാലോ ഒന്ന്. കളറിങ് ആയി. അപ്പം അങ്ങനെ സ്റ്റുഡിയോയും ക്യാമറയും ആദ്യത്തെ പടവും വിചിത്രം മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങനെയാണ് അതിലേക്ക് കിടക്കുന്നത്. സിനിമയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ഈ സിനിമാ മോഹം നേരത്തെ ഉണ്ടായിരുന്നോ ഡോക്ടറിന്? സിനിമാ മോഹം എന്ന് പറയാൻ ആയിട്ട് പറ്റൂല. പക്ഷെ എന്നാലും സിനിമ ഇഷ്ടമായിരുന്നു, നേരെ ഇല്ലായിരുന്നു. പാട്ട് ഇഷ്ടമാണ്, എന്നാൽ നേരെ ഇല്ലായിരുന്നു അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈൻ ഒരു മീഡിയ എന്റർടൈൻമെന്റ് സെഗ്മെന്റിനോട് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. അതായിരുന്നല്ലോ അന്ന് നമ്മൾ 2004-5 കാലഘട്ടത്തിൽ ട്രിവാൻഡ്രത്ത് ഒരു മിഡ് ഡേ പത്രം എന്ന് പറഞ്ഞു ന്യൂസ് 2 PM ആദ്യമായിട്ട് ഓൺലൈനിൽ ഒരു പത്രം, അത് വലിയ വലിയ ആളുകളെ വെച്ച് നമ്മൾ തുടങ്ങിയതാണ്. ഡോക്ടർ ഞാനും അതിന്റെ ഭാഗമായിരുന്നല്ലോ. അപ്പൊ അന്ന് തൊട്ട് ഇതിന്റെ ക്രൈസ് ഉണ്ട്. ശരിക്കും പറയാം, സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ 4ാമത്തെ പടമായി കഴിഞ്ഞപ്പം അതിനകത്തൊരു പ്രൊഡ്യൂസറിന്റെ റോൾ ഉണ്ടായിരുന്നു. ആട്ടത്തില് പ്രൊഡ്യൂസറിന്റെ റോള് നമ്മൾ തന്നെ പ്രൊഡ്യൂസറാണ്, റോള് ചെയ്തു. പ്രൊഡ്യൂസർ ആയത് കാരണം ആനന്ദ് നിർബന്ധിച്ച് എന്നെ അതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അഭിനയിക്കുകയും ചെയ്തു. ഒരു സീൻ ആണെങ്കിൽ ഒരു സീനിൽ. വിചിത്രം സിനിമ കഴിഞ്ഞിട്ടാണോ അടുത്ത സിനിമയിലേക്ക് പോകണം? അത് വിചിത്രം റിലീസിന് മുമ്പ് തന്നെ ഷൂട്ട് തുടങ്ങിയില്ല മറ്റു സിനിമകൾ? വിചിത്രം റിലീസിന് മുമ്പേ തന്നെ മറ്റു സിനിമകൾ ഷൂട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സും ചാൾസും രണ്ടും ഒരുമിച്ചാണ് ഷൂട്ട് അല്ലേ? ഒന്ന് വയനാട് കാലിക്കറ്റ് ഏരിയയിലും ഒന്ന് എറണാകുളത്തുമായിരുന്നു. ഈ വിചിത്രം ഈ പറഞ്ഞ പോലെ റിലീസ് കഴിയുന്നു. അതിനുശേഷം മുകുന്ദനുണ്ണി, ഇനി 1 വേ ആയിട്ട് ചാൾസ് ഇറങ്ങുന്നു, ആട്ടം ഇറങ്ങുന്നു അല്ലെ? ഇതാണല്ലോ ഡോക്ടർ പിടിച്ചിരിക്കുന്ന ആ ഒരു 4 പടങ്ങൾ. എൻ്റെ ഒരു ചോദ്യം, പ്രസക്തമായ ഒരു ചോദ്യം, വിചിത്രം സിനിമ തിയേറ്റർ ബേസ് എങ്ങനെയായിരുന്നു? നേട്ടമായിരുന്നു? മറ്റ് ബിസിനസ് പരമായി നേട്ടമായിരുന്നു വിചിത്രം? എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു പടമാണ്, നല്ല സിനിമയാണ്, വളരെ നല്ലൊരു പടമാണ്. പക്ഷെ അത് ഇപ്പം ആദ്യമായിട്ടൊരു ഫീൽഡിലേക്ക് ഇറങ്ങി കഴിയുമ്പം നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഡിസ്ട്രിബ്യൂഷനും നമ്മൾ തന്നെ ചെയ്തത്. പക്ഷെ അന്നേരം ഈ ഇറക്കേണ്ട സമയം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പം കരയ്ക്കിരുന്ന് നീന്തൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം തന്നെ അത്രേ ഉള്ളൂ. നമ്മൾ അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അനുഭവം കൊണ്ട് പഠിക്കുക. അപ്പം ടൈമിങ്, ഒരുപാട് വലിയ പടങ്ങളും ഉണ്ടായിരുന്നു. അപ്പം തിയേറ്റർ സ്പേസ് നമുക്ക് വേണ്ടവണ്ണം സിലക്ട് ചെയ്തെടുക്കാനായിട്ടുള്ള അപാകതയുണ്ടായിരുന്നു. അത് പിന്നെ ആ തിയേറ്ററിൽ വലിയ പടങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും ഇപ്പം തന്നെ ആണെങ്കിൽ 8 പടം അല്ലെങ്കിൽ 10 പടം ആഴ്ചയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇതിനൊരു സ്പേസ് ശരിക്കും കിട്ടിയാലേ ശരിക്കും ഇത് ജനങ്ങളിലേക്ക് എത്തുള്ളൂ. പിന്നെ ഈ മേജർ സ്റ്റാർ കാസ്റ്റ് അല്ലാത്ത പടങ്ങൾക്ക് ശരിക്കും കണ്ട് അതിൻ്റെ റിവ്യൂവും കഴിഞ്ഞ് ആൾക്കാർക്കേക്ക് തിരിച്ച് വരേണ്ട ഒരു ചുറ്റുപാട് അത് വന്നിരുന്നു. 2ാമത്തെ ആഴ്ച എത്തിയപ്പം അപ്പോഴത്തേക്കും പടം പകുതി സ്ഥലങ്ങളിൽ ഇല്ലാതെയായി. അപ്പം അറിഞ്ഞ് ഇത് കാണാൻ വരണം, ആ ഇൻട്രസ്റ്റ് വന്ന സമയത്ത് പടത്തിന്റെ സ്പേസ് ഓഫ് വിസിബിലിറ്റി ഇല്ലാണ്ടും പോയി. അതായിരുന്നു അതിൽ ഉണ്ടായത്. അല്ലാതെ പടം വാസ് എ വെരി വെൽ മെയ്ഡ് മൂവി. തീർച്ചയായിട്ടും ആ പടം ഞാനും കണ്ടൊരു വ്യക്തിയാണ്. പടത്തിനെ കുറിച്ചൊരു നമുക്ക് മോശമായ അഭിപ്രായം പറയാൻ കഴിയില്ല. ഒരു കഥ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു പുതിയൊരു ഡയറക്ടർ അല്ലെങ്കിൽ ആ പുതിയൊരു ടീം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ വന്നൊരു കഥ പറയുമ്പോൾ ഡോക്ടറിന് എങ്ങനെയാണ് ആ കഥയിലേക്ക് എത്തുക? നമുക്ക് ഈ സിനിമ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ സിനിമ എനിക്ക് വേണ്ട, നമ്മൾ വേണ്ട എന്ന് വെച്ച സിനിമകൾ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അത് സൂപ്പർ ഹിറ്റ് അടിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്? രോമാഞ്ചം ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയാണ്. അത് പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റിന്റെ ആ പ്രൊഡക്ഷന്റെ ആ ഒരു പോയിന്റിൽ ഇപ്പം കാര്യം ഞാൻ മൂന്നിനെയും
ഫസ്റ്റ് ഞാനല്ലല്ലോ എടുക്കുന്നത്, ശരിക്കും ലിറ്റിൽ ബിഗ് ഫിലിംസ് അവിടെ നിന്നാണ് അതിൽ അല്ല, അവർ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ എൻട്രി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിന് മുമ്പേ. രോമാഞ്ചം പക്ഷെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആണ് ഇത് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി 4 പടത്തിൽ കമ്മിറ്റ് ചെയ്തു പോയി. പിന്നെ സത്യത്തിൽ ഈ ഒരു ജനറേഷൻ, ചിലപ്പം ജനറേഷൻ എന്ന് പറയാൻ പറ്റൂല, ഒരു ഹാഫ് എ ജനറേഷൻ്റെ ആ ഒരു കൾച്ചർ, ബാംഗ്ലൂർ ബേസ്ഡില് ആ കണക്റ്റീവ് ഓജോ ബോർഡ് കളിക്കണ ഒരു സംഭവം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ എനിക്ക് ഹുക്ക് കിട്ടുമായിരുന്നു. അപ്പം എന്നാൽ എൻ്റെ മക്കളോട് ഇന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർക്കറിയാം ഇത്. എന്നാൽ സത്യത്തില് ഈ കഥ അവരോടും കൂടി ഇരുന്നിട്ടായിരുന്നെങ്കിൽ ഈ സിനിമ ചിലപ്പം നമ്മുടെ കയ്യിൽ എത്തിയേനെ എന്നല്ല ഞാൻ. പക്ഷെ അന്നേരം ഒരു 4 പടം ഓൾറെഡി കയ്യിലിരിക്കുമ്പോൾ 5ാമത്തേലേക്ക് നമ്മൾ എടുത്തു ചാടുന്നതിന് മുമ്പേ കുറച്ച് കെയർഫുൾ ആകണം എന്നുള്ളതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 4ഉം പ്രോസസ്സിലാണ്. അപ്പം പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, ഒന്ന് പഠിക്കാനായിട്ടുള്ള സമയം, ആദ്യത്തെ ഈ പറയുന്ന ഒരു ലാപ്സസ് മനസ്സിലാക്കി വരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ടൈം വിൻഡോൻ്റെ സംഗതിയും കൂടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ കാണേണ്ടതായിരുന്നു, കണ്ടില്ല. കണ്ടായിരുന്നെങ്കിലും എനിക്ക് ചിലപ്പോൾ അന്നേരം ഈ കണക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ആ ഒരു പടം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക്. അതെ. ഈ ഞാൻ അതോടൊപ്പം തന്നെ ചോദിച്ചു, ഈ കഥകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാം എന്ന് കഥ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുവാണോ? അത് ആദ്യത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അങ്ങനെയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുവായിട്ടിരുന്ന ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 8 or 10 മുകളിൽ കഥകൾ കേട്ടിരുന്നു. അപ്പം അന്ന് നമുക്ക് ഒരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ളൊരു രീതിയിൽ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. പിന്നീടാണ് മനസ്സിലാവുന്നത് വെറുതെ കഥ കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനിയുള്ളൊരു കാഴ്ചപ്പാടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആവാണ്ട് ഇനി ഞാൻ തൊടുകയില്ല. കൈ പൊള്ളുന്നുണ്ടല്ലേ? അല്ല, കൈ പൊള്ളുന്നോണ്ടല്ല, നമുക്ക് മനസ്സിലാവൂല ഇതിൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഇത് എത്രത്തോളം കോസ്റ്റും ടൈമും എഫേർട്ടും. അപ്പം ഒരു കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ എൻ്റെ പക്ഷെ ചിലപ്പോൾ അതിനകത്തും മാറ്റങ്ങൾ വരാം. ആ മാറ്റങ്ങൾ നമ്മുടെ ആർട്ടിസ്റ്റ് മാറുന്നതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങൾ വരാം. അപ്പം അതിന് മൈന്യൂട്ട് ചേഞ്ചസ് അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്യാനായിട്ടുള്ള വ്യത്യാസങ്ങളാണ് മനസ്സിലായി ചെയ്യേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലാണ്ട് നമ്മൾ ഫുൾ സ്ക്രീൻ പ്ലേ കാണാണ്ട് ഇനി ഒരു പടത്തിലേക്ക് കൈവച്ചാൽ ഇത് എന്തോരം ആഴത്തിൽ പോകുമെന്ന് ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല പലപ്പോഴും. അത് വലിയ ഒരു പരാജയത്തിലേക്ക് പോകാം. പരാജയത്തിലല്ല, നമ്മൾ എൻ്റെ ഒരു കൾച്ചറിനനുസരിച്ച് ഞാൻ കോർപ്പറേറ്റ് ബഡ്ജറ്റിംഗ് പഠിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ സിനിമയിൽ ഈ കോർപ്പറേറ്റ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന സാധനം അക്ഷരം പ്രതി ഫിറ്റ് ആവില്ലാത്തൊരു കാര്യമാണ്. അതിനകത്ത് ഒരുപാട് പ്ലാൻ ചെയ്യാം, പക്ഷെ കാലാവസ്ഥ നമ്മുടെ കയ്യിലല്ല, പിന്നെ സാഹചര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. ഷൂട്ടിന് ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലവും ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തീരണമെന്ന് നിർബന്ധം ഒരിക്കലുമില്ല. അതിന് എക്സ്റ്റേണൽ ലൊക്കേഷൻ ഷൂട്ട്സ് ഉണ്ടെങ്കിൽ അവിടുത്തെ അന്തരീക്ഷവും അത് അന്ന് എന്തായിരിക്കും എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ലോക്കൽ പൊളിറ്റിക്കൽ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ 1+1 is not 2 എന്നുള്ളത് സിനിമ വന്നു കഴിയുമ്പോഴാണ് പഠിക്കുന്നത്. തീർച്ചയായിട്ടും ആപ്പിളെ പഠിക്കാൻ പറ്റുള്ളൂ. ആപ്പിളെ പഠിക്കാം. ഈ കഥകൾ വീട്ടിലെങ്ങനെയാണ് വൈഫും കുട്ടികളൊക്കെ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നപ്പോൾ? ഡോക്ടർ എന്ന നിലയിൽ മാറി സിനിമയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു സപ്പോർട്ടുണ്ട്, പക്ഷെ വട്ടാന്നാ പറയാം. അങ്ങനെയാണ് പറയുന്നത്. അല്ല, ഇത് എന്തിന്റെ പ്രാന്തായിട്ട് ഇപ്പൊ ഇതിൽ കേറിയെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കേറി ആദ്യത്തെ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ സമീപനത്തിന് മാറ്റമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദേ ആർ ഓൾസോ എൻജോയിങ് ബീങ് പാർട്ട് ഓഫ് ദിസ് ജേർണി. അപ്പം ഇപ്പൊ ചാൾസില് മോളെയും കൂടെ ഒരു സീനിൽ അഭിനയിപ്പിച്ചു. ഒരടക്കം വരല്ലോ വീട്ടിൽ നിന്ന്. അതുകൊണ്ടല്ല, അവർക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമാണ്. പക്ഷെ അത് റൈറ്റ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നപ്പം സത്യത്തിൽ 2-3 ഫ്രഷ് ഫേസസ് വേണമായിരുന്നു. ഈ പ്രായമുള്ള ആൾക്കാർ വേണമായിരുന്നു.
അപ്പൊ അന്ന് തപ്പിയപ്പോ കിട്ടിയില്ല. അങ്ങനെ ഇവര് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാ ഇവരെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അമ്മക്ക് താല്പര്യം ഉണ്ടായിരുന്നു? പ്രദീപായിരുന്നു. അവക്ക് ഡാൻസും പാട്ടും ഉള്ളതാണ്, സിനിമയിലേക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഇവളെ വിളിച്ചോണ്ട് പോയി. അത് വലിയ കുഴപ്പമില്ലാണ്ട് നല്ലോണം വന്നിട്ടുണ്ട്. അപ്പൊ വൈഫ് എന്ത് പറഞ്ഞു? മോള് സിനിമയിലേക്ക്? കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. വൈഫും ഡാൻസ് കളിക്കുമായിരുന്നു, പാട്ട് ഇഷ്ടമാണ്. അപ്പം കലാപരമായിട്ട് കുടുംബത്തിലെല്ലാവരും ഒരു നല്ല ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ സിനിമയിലേക്ക് ഇറങ്ങാൻ കഴിയുമായിരുന്നു? സംശയം. ബിസിനസ്സുമായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ ഒരു കാഴ്ച, ഡാഡി ഇന്നേ വരെ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കാണാനായിട്ട് പോയതാണ് ഞാനും ഡാഡിയും അമ്മച്ചിയും കൂടെ. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലിരുന്നല്ലാതെ തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ ഡാഡി കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ സിനിമയിലേക്ക് ഒരിക്കലും പ്രവേശനം ഉണ്ടാവില്ലായിരുന്നു. എതിരൊന്നുമില്ല, ടി വിയിലിരുന്ന് കാണും. പക്ഷേ ഇതിനെ ഒരു പ്രൊഫഷണൽ ഫീൽഡാക്കി വരാനായിട്ട് അൺസർട്ടനിറ്റീസിൻ്റെ ഇവരൊക്കെ ശരിക്കും റിജിഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആൻഡ് ബിസിനസ്സുകാരാണ്. അപ്പം വെറുതെ കണ്ണും പൂട്ടിയൊന്നും, അല്ലെങ്കിൽ ഒരു എലിമെന്റ് ഓഫ് അൺസർട്ടനിറ്റിയിൽ പോയി വെറുതെ കൈ കൊടുക്കുന്ന ഒരു ക്യാരക്ടറേ അല്ലായിരുന്നു. ഇതെന്നറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അതെ, എനിക്കറിയാം. ഞാൻ ഡാഡി ഉണ്ടായിരുന്നു നടക്കാൻ സാധ്യതയില്ലാന്ന് നമുക്കറിയാവുന്ന ഡാഡി ആണല്ലോ. ഈ ഡാഡി ആയിട്ടാണ് DDRC അല്ലേ? DDRC എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ലാബാണ് അല്ലേ? DDRC പിന്നീട് വരുന്ന പേരാണ് ആക്ച്വലി DDC, ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ. ആദ്യം അതാണ് എനിക്ക് DDRC 1983 തുടങ്ങുന്ന പേരാണ് DDC, ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ. അപ്പോൾ ഇതിൻ്റെ റിസർച്ച് ഡിവിഷനായിട്ട് ബൽറാം നായർ സാറും കൂടെ ജോയിൻ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് 1990s മാറുമ്പോഴാണ് ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞ ആ പേരിൽ നമ്മൾ അതിനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് മുത്തൂറ്റ് ബിൽഡിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം അവിടെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ സൈനിക് സ്കൂളിൽ പഠിക്കുകയാണ് അല്ലേ? അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ ബ്രാഞ്ച് വളർന്ന് എവിടെ വരെ എത്തിയിരുന്നു ആ ബ്രാഞ്ച്? ഡാഡി മരിക്കുമ്പം 2014 അന്ന് 69 യൂണിറ്റ് ഉണ്ട്. 69 യൂണിറ്റ് കേരളത്തിൽ മാത്രമാണോ? കേരളത്തിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് തമിഴ്നാട്, കർണാടക അല്ല, കർണാടകയിൽ 1 യൂണിറ്റ് ഉണ്ട്, വിരാജ്പേട്ടിൽ. പിന്നെ നാഗർകോയിൽ ഏരിയയിൽ ഏകദേശം ഒരു 14ഓളം അല്ല, മൊത്തം നമ്മുടെ ഫ്രിഞ്ചസ് ബോർഡേഴ്സ് ചേർത്ത് നാഗർകോയിൽ 1, 2, 3, 4 യൂണിറ്റ് ഉണ്ട്. പിന്നെ അവിടുന്ന് മധുര, തിരുനെൽവേലി ആ ഒരു ഏരിയയിലേക്ക് എക്സ്പാൻഷന് പ്ലാനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു 2006 ആണ് ആക്ച്വലി അജയ് പിരമൾ, ബോംബെ ബേസ്ഡ് പിരമൾ ഗ്രൂപ്പ്, അവര് നമ്മളുമായിട്ടൊരു ജോയിന്റ് വെഞ്ചറിന്റെ ഇതിലേക്ക് വരുന്നത് 2006. അന്ന് DDRC പിരമൾ അല്ല, DDRC വെൽസ്പ്രിങ്സ് ആയിട്ടാണ് ആദ്യം പേര് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് DDRC പിരമളായി. പിന്നെ പിരമളിന്റെ ഷെയർ SRL വിൽക്കുന്നു. അങ്ങനെ DDRC SRLായി. ഇന്ത്യയിലെ ഏക ജോയിന്റ് വെഞ്ചർ ആയിരിക്കും ഇതുപോലത്തെ ഒരു ലാർജ് സ്കെയിലിൽ 50-50 എന്ന് പറയുന്ന ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തന്നെയാണ് ഇത് മാനേജ് ചെയ്യണത്, കൺട്രോൾ ചെയ്യണത്, റൺ ചെയ്യണത്, എക്സ്പാൻഡ് ചെയ്യണത്. അവരൊരു സ്ലീപ്പിംഗ് സൈഡായിരുന്നു. അങ്ങനെ 61 ബ്രാഞ്ചുകളായിട്ട് 69 ബ്രാഞ്ചുകളായിട്ട് വളർന്നു. 2014 അവിടുന്ന് ഞാനിത് കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 240 യൂണിറ്റ്സ് ആണ് 2021 കൈമാറുമ്പോൾ അല്ലേ? അത് SRL തന്നെയാണ് കൈമാറുന്നത്, അവർക്ക് തന്നെ കൈമാറുന്നത്. അതെ. അപ്പോൾ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുക? പ്രോഫിറ്റ് ആസ് എ കമ്പനി ഡിവിഡൻഡ് ആയിട്ട് തന്നെയാണ് എടുക്കുക നമ്മൾ. അപ്പം സാലറി ഉണ്ട് പ്ലസ് ഡിവിഡൻഡ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പം ഇത് അന്ന് 240 യൂണിറ്റ്സ്, അന്നേരം അത് കാസർഗോഡ് തൊട്ടിട്ട് കന്യാകുമാരി വരെ ഇൻ ടു കർണാടക, ആ ഒരു വൈഡ് റേഞ്ചിലായി. അന്നേരം 2 റീജിയണൽ സെന്റേഴ്സ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 5 റീജിയണൽ സെന്റേഴ്സ് ആയി മാറി. അപ്പം സ്റ്റാഫ് സ്ട്രെങ്ത്തും കൂടി, നമുക്ക് റീച്ചും കൂടി. അപ്പം 2019 കോവിഡിന്റെ 2020 ആദ്യഘട്ടത്തിലാണ് കോവിഡ് ഇവിടെ അടിക്കുന്നത്. അപ്പം അന്ന് ശരിക്കും പറഞ്ഞ ഒരു ജനറ്റിക് ലാബിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് DDRCനെ
ഇപ്പോഴും ജെനറ്റിക്സിൻ്റെ ഹൈ എൻഡ് ടെസ്റ്റുകൾ പുറത്തേക്കാണ് പോവുക എന്ന് പറഞ്ഞാൽ ബോംബെ, ചെന്നൈ. ഇവിടെ നമ്മളൊരു പാർട്ട് സംഗതികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ അമൃത പോലുള്ള ഹോസ്പിറ്റൽസിൽ ഉണ്ട് ഒരു പോർഷൻ. എന്നാലും ഒരു 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 കോംപ്രിഹെൻസീവായിട്ട് കംപ്ലീറ്റ് സെറ്റപ്സ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റാൻഡ് ലോൺ ലാബ് ഇപ്പോഴും ജെനറ്റിക്സിൻ്റെയും ആ ഒരു ഹയസ്റ്റ് എൻഡ് ഓഫ് ഡയഗ്നോസ്റ്റിക്സിൽ കേരളത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഞങ്ങൾ 2019 സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് പനമ്പള്ളിയാറി തന്നെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണ് അത് ഓപ്പൺ ചെയ്തത് ജനുവരിയിൽ. കോവിഡ് ശരിക്കും അടിക്കുന്നത് മാർച്ചിൽ. അപ്പം അതേ ഫെസിലിറ്റി തന്നെയാണ് ശരിക്കും കോവിഡ് ടെസ്റ്റിങ്ങിലേക്ക് മാറാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് DDRCക്ക് ഫസ്റ്റ് ആയിട്ട് ഇത് ലോഞ്ച് ചെയ്യാൻ സാധിച്ചത്. അപ്പം അന്ന് കിറ്റില്ലായിരുന്നു. അങ്ങനെ കിറ്റ്സ് ഞാനന്ന് പുറത്ത് സ്റ്റക്കുവാണ്. ആ പറയുന്ന വിൻഡോയിൽ നിന്നാണ് ഇത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഓർഡർ ചെയ്യണതും അവിടെ ഇരുന്നുകൊണ്ടാണ് കിറ്റ് ലാൻഡ് ചെയ്യണതും. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ അതുകൊണ്ടാണ് ഡെലിവറി ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് കൊച്ചിയിലും പിന്നെ ട്രിവാൻഡ്രത്തും കാലിക്കറ്റും പ്രോസസ്സിങ് സ്റ്റേഷൻസ് തുടങ്ങി. പിന്നെ നമ്മുടെ ഏകദേശം 36 തൊട്ട് 40 ലാബ്സിനെ തന്നെ നെറ്റ്വർക്ക് ബേസ്ഡ് കളക്ഷൻ സെൻറ്റേഴ്സ് ആക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ എല്ലാവരും മരുന്നെടുത്ത് നമുക്ക് കോവിഡ് സാമ്പിൾ കളക്ഷന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പം അതിന് സെപ്പറേറ്റ് എക്സിറ്റ്, സെപ്പറേറ്റ് എൻട്രി. അപ്പം ചില യൂണിറ്റുകൾ തന്നെ അങ്ങനെ ആക്കി മാറ്റി അവിടെ ലാബ് ടെസ്റ്റിംഗ് മറ്റ് അഡ്ജസ്റ്റന്റ് യൂണിറ്റ്സിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ തെറ്റുമോ? പൈസ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അടച്ചുപൂട്ടലിലാണ്. പക്ഷെ നമുക്കൊന്ന് പുറത്തിറങ്ങി നിങ്ങളുടെ ലാബിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഞങ്ങൾ. അന്ന് 4500 രൂപയാണ്. പിന്നീടാണ് കേസൊക്കെ നടത്തിയത്. അത് ആക്ച്വലി തെറ്റാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4500 രൂപ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ കോസ്റ്റും ഉണ്ട്. അതുപോലെ അപ്പം അന്ന് വില കൂടുതലാണ്. പ്രൊപ്പോർഷൻ എന്നും സെയിം ആയിരുന്നു ഒരു ഘട്ടം വരെ. ഇതിപ്പം ഏകദേശം 800 അല്ലെങ്കിൽ 900 വരെ റേറ്റ് ആവുന്ന ഒരു ടൈം വരെ പ്രൊപ്പോർഷൻ സെയിം ആയിരുന്നു. ആ ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ആയിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊപ്പോർഷൻ മൈനസിലേക്കായി. അതെ എന്ന് പറഞ്ഞാൽ അത് പക്ഷെ അതുപോലെ തന്നെ കിറ്റിന്റെ വിലയും സപ്ലൈയും കൂടി. ഞാൻ ആദ്യം കിറ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. 100% പൈസ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ കിറ്റ് വരുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. ഉറപ്പില്ല അല്ലേ? പൈസ ഫുള്ള് കൊടുക്കുകയും ചെയ്യണം. അതിന് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അന്ന് ഈ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സിസ്റ്റംസ് എക്യുപ്മെന്റിന് 1.5-2 കോടി രൂപ മുടക്കണം. അതും അപ്രണ്ട് പേയ്മെന്റാണ്. അത് കഴിഞ്ഞിട്ട് അതിനും വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ഏകദേശം 1.5 മാസം എടുക്കുമായിരുന്നു ഇത് വരാനായിട്ട്. അപ്പൊ ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഈ പടത്തിൽ പൈസ ഇടുന്ന ആ ഒരു പോയിന്റ് എടുത്ത്. പക്ഷെ ഇതിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിരുന്നു. ഇതൊരു പാൻഡമിക് വൈറസ് ആയതോടുകൂടി വോളിയം ബേസ്ഡ് ആയിട്ട് പിന്നെ കോംപ്രമൈസ് ചെയ്യാണ്ട് ചെയ്യണം. അപ്പം വോളിയം കൂട്ടാനായിട്ട് മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ ഒരു സിറ്റുവേഷനിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര രൂപയുടെ ബിസിനസ് നടന്നിട്ടുണ്ടാവും ആ കോവിഡ് സമയത്ത് DDRCക്ക്? ഏതായാലും മന്ത്ലി ഇറ്റ് വുഡ് ബി ഇൻ ക്രോർസ് അറൗണ്ട്. അതിലെന്ത് പ്രോഫിറ്റ് ഉണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടായിരുന്നു 22-23% ഉണ്ടായിരുന്നു അല്ലേ? പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സിംഗിൾ ടെസ്റ്റിൽ ഒരു 24% പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അല്ലേ? 23-24%. അത് തന്നെയാണ് നോർമലി മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നീട് അത് കുറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഈ ബാലൻസ് റേറ്റ് താഴത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് വളരെയധികം കുറഞ്ഞ സമയങ്ങളുണ്ട്. 8%, 5% ചില സെഗ്മെന്റ്സിൽ നമ്മൾ പോയി ക്യാമ്പ് നടത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ട് സാമ്പിൾ എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ മൈനസിലും ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ അങ്ങനെ ചെയ്യേണ്ടതായി വരുന്നുണ്ടല്ലേ? പിന്നെ ഇതൊരു പാൻഡമിക്കിന്റെ ഭാഗമാണ്. അപ്പം ഇത് എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ചിലപ്പം നമുക്ക് പ്രോഫിറ്റ് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫോക്കസ് ഉണ്ട്. ഇത്രയും പേരെ ഒന്നിച്ച് സ്ക്രീൻ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും വി ഹാവ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അതിനകത്ത് പോയി എക്സസൈസ് ചെയ്തൊരു അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവും, അറിയാതെ സ്പ്രെഡ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇൻക്ലൂഡിങ് പനമ്പള്ളിയാറിൽ വരെ ഈ പോലീസുകാർ വന്ന് ക്രൗഡിനെ കൺട്രോൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഹോം സാമ്പിൾ കളക്ഷൻസ് തുടങ്ങിയത്.
പിന്നെ ഈ സ്റ്റാഫ് ഇത് റെഡിയാവണ്ടേ? ആർക്കും കോവിഡിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാതിരിക്കുന്ന സമയത്ത് ആദ്യം തുടങ്ങുമ്പോൾ ഈ എല്ലാവർക്കും ഭയവും ഭീതിയുണ്ട്. അതെ അതെ അതെ. എൻ്റെ വൈഫ് പെത്തോളജിസ്റ്റ് സ്മിതയാണ് ആദ്യത്തെ സാമ്പിൾ എടുക്കുന്നത്. അതല്ലേ? ആ ഏത് പനമ്പള്ളിയിലാ? ആ പനമ്പള്ളിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെയർ സൂട്ട് വിട്ടിട്ട് അന്ന് ശ്വാസം വലിക്കാൻ പറ്റില്ല, അന്നേരം ഹെൽമെറ്റും ഈ 3 ലെയർ സ്വീറ്റ്, നമ്മളൊരു നിപ്പയുടെ ഒരു ഇതിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നിപ്പയാണെങ്കിൽ ഹൈ ഡെത്ത് റേറ്റ്, ഇവിടെയും ഡെത്ത് റേറ്റ് ഉണ്ടായി, പക്ഷെ ഒരു സ്ലോവർ പ്രോസസ് ആയിരുന്നുവെങ്കിലും അതുപോലെ അഗ്രസീവ് അല്ലായിരുന്നെങ്കിലും ആൾക്കാരുടെ ഭീതി അതുപോലെ ഉണ്ടായിരുന്നു. എന്താകും, സ്റ്റാഫ് റിസൈൻ ചെയ്യാൻ വരെ തയ്യാറായിരുന്നു. അപ്പം ഡോക്ടേഴ്സ്, DDRCയിലെ ഡോക്ടേഴ്സ് മുന്നിൽ നിന്ന് ടെസ്റ്റും സാമ്പിളും എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവർക്കും ധൈര്യം വരുന്നത്. സത്യത്തിൽ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കും അറിയാൻ പറ്റാത്തൊരു സമയത്ത് അങ്ങനത്തെ ഒരു എല്ലാ സംവിധാനവും ഉണ്ട്. ആരും ടെസ്റ്റ് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നടക്കില്ല, ഒന്നും നടക്കത്തില്ല. അപ്പം അതിൻ്റെ ഒരു സപ്പോർട്ട് മെഷേഴ്സ് ആ എൻറ്റയർ സ്റ്റാഫ് ഞാൻ എല്ലാവർക്കും ആ പറയുന്ന ടൈം വിൻഡോയിൽ റിസ്ക് അലവൻസസ് വരെ കൊടുത്തു കവർ ചെയ്തു. മീൻസ് ഇതിനൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വന്നതിൻ്റെ ഒരു പോർഷൻ ബ്ലോക്ക് സ്റ്റാഫിനും ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരതുപോലെ തന്നെയാണല്ലോ അതിൻ്റെ സ്ട്രെയിനും സ്ട്രെസ്സും എടുത്ത് ഫ്രണ്ട് ലൈനിൽ സാമ്പിൾ എടുത്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതുമാണ്. മോളിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ പറയുന്ന പോലെയല്ല, ദേ ആർ ഓൾ പാർട്ട് ഓഫ് ദി എൻറ്റയർ സിസ്റ്റം. ഇല്ലാതെ ഇത് ഓടുകയില്ല. ഒരു വ്യക്തിക്കോ ഒരു ഓർഗനൈസേഷനോ മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അപ്പോഴത്തേക്കും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും തുടങ്ങാൻ സാധിച്ചു. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ഒരു DDRCക്കോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഗവൺമെൻറ്റിന് മാത്രമോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. മീൻസ് ഗവൺമെൻറ് ആദ്യം അവർക്കും ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് മനസ്സിലാവാതെ പോയി എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ. അപ്പം ഗവൺമെൻറ്റിന് മാത്രം ഇത് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് വരുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ നിപ്പ ഐസൊലേറ്റഡ് ആയിരുന്നു. അപ്പം അതിൽ നിന്നുള്ള പഠനം ആയിരിക്കണം അതിനെ പ്രേരിപ്പിച്ചത്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൈവറ്റിലേക്കും കൂടെ ഇതിനെ കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ലാഗ് ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഗവൺമെൻറ് തന്നെ അതിനെ മറികടക്കും. പക്ഷെ ആ ഒരു ലാഗ് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പറയുന്ന പോയിന്റിൽ. പിന്നെ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഒന്നിച്ച് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ശരിക്കും ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ DDRC നിർത്തുന്നത് ഈ കോവിഡിന്റെ ടെസ്റ്റും കാര്യങ്ങളും കണ്ടപ്പോൾ DDRC മാറിയാണല്ലോ ഇപ്പം ഡോക്ടർ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് മാറുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഇതെങ്ങനെയാണ് ഈ പ്രസ്ഥാനം? സിനിമയാണോ ചോദിച്ചത്? അല്ല, ഈ ബിസിനസ് പരമായ സിനിമയിൽ നിന്നും മാറ്റി DDRC എന്ന ലാബിൽ നിന്നും മാറി മറ്റൊരു ഇതിലേക്ക് മാറിയിട്ടുണ്ടോ? അല്ല, മാറി എന്ന് പറയാനായിട്ട് DDRC 40 കൊല്ലമായി എന്ന് പറഞ്ഞാൽ DDC തൊട്ട് 1983 തൊട്ടിട്ട് 40 വർഷമായി. ഇപ്പം ലെഗസി ബിസിനസ് എന്ന് പറയുന്നത് അതിൻ്റെ ബോർഡിൽ നിന്നാണ് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തെങ്കിലും ഇപ്പോഴും DDRCയുടെ മെന്ററാണ്. ഇപ്പോഴും ബോർഡിന്റെ അഡ്വൈസറാണ്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലേ. അവരെൻ്റെ അഡ്വൈസ് എടുക്കുന്നുണ്ട്. ആവശ്യഘട്ടങ്ങളിൽ ഞാൻ അവരെ വളരെയധികം സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരു എൻറ്റയർ 2 ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ ഒരു ഫുൾ ഒരു ജനറേഷൻ വളർന്നു വന്നിട്ടുണ്ട്. അവരുടെ പിള്ളേർ ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത ചരിത്രമുണ്ട്. അപ്പം ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇനി 20 വർഷമായ ഒരു യൂണിറ്റ് ഉണ്ട്, ഇതെന്നറിയാം, DDNMRC ഉള്ളൂര്. ആദ്യം കേരളത്തിലെ സ്റ്റാൻഡ് അലോൺ ന്യൂക്ലിയർ മെഡിസിൻ സെന്റർ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അവിടെ ഇരുന്നിട്ടുമുണ്ട്. ഞാൻ ഇരുന്നിട്ടുണ്ടല്ലോ. അതെ, തിരുവനന്തപുരത്ത് ഈ അന്ന് ആ കാലഘട്ടം 2003 അതെ അന്ന് അത് 20 കൊല്ലം തയ്ക്കുകയാണ്. അത് ഇപ്പം നമ്മൾ കൊച്ചിയിൽ തുടങ്ങിയിട്ടുണ്ടോ? കൊച്ചിയിൽ അതല്ല, പക്ഷെ അതിന്റെ വേറൊരു വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. അന്ന് ന്യൂക്ലിയർ മെഡിസിൻ ഐസോട്ടോപ്സ് വേണം. അപ്പൊ അന്ന് PET-CT ഇല്ല. PET-CT കേരളത്തിലേക്ക് വരുന്നത് 2006-2007 കാലഘട്ടത്തിലാണ്. അന്ന് ട്രിവാൻഡ്രത്ത് പിന്നെ ഉള്ളൂർ നീരാളിയിൽ നിന്ന് മാറി മെഡിക്കൽ കോളേജിന്റെ ഇപ്പുറത്തേക്ക് മാറുന്നു. പിന്നെ കിംസിൽ സ്റ്റാർട്ട് ചെയ്യണു. കിംസിലാണ് നമ്മൾ CT, MR, PET-CT, ന്യൂക്ലിയർ മെഡിസിനും തെറാപ്പിയും കൂടെ
ഔട്ട്സോഴ്സ് ചെയ്തിട്ട് കിംസിൽ 10 കൊല്ലത്തോളം ഈ 6 ഡിപ്പാർട്ട്മെൻറ്റും 5 ഡിപ്പാർട്ട്മെൻറ്റും DDNMRC. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കിംസ് DDNMRC കിംസ് അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നതും റൺ ചെയ്തുകൊണ്ടിരുന്നതും DDNMRC തന്നെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളൂർ പെറ്റ്സിറ്റിയും തെറപ്പിയും സെപ്പറേറ്റ് ഒരു ഡിവിഷനായിട്ട് തന്നെ അത് നിന്നിട്ടില്ലായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ന്യൂക്ലിയർ മെഡിസിൻ ഡിവിഷനും തെറപ്പി ഡിവിഷനും സ്പെക്ട് ഡിവിഷനും ഉണ്ട്. പക്ഷെ ഇതിനുള്ള മരുന്ന് സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു മെഷീനിൽ നിന്ന് ബോംബെ നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. 2018 ഇവിടെ സൈക്ലോട്രോൺ കൊച്ചിയിൽ പുതുവൈപ്പിൽ ഒരു ഹോസ്പിറ്റൽ, മോളിക്കുലർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ സ്ട്രക്ചർ 1,45,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഓങ്കോളജി മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ 2018 ഞങ്ങൾ തീർത്തു. പക്ഷെ എന്നിട്ട് അതിനകത്താണ് സൈക്ലോട്രോൺ ഇൻസ്റ്റാൾ 2018 തീർത്തു സ്ട്രക്ചർ തീർന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫേർണിഷിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സൈക്ലോട്രോൺ ഇൻസ്റ്റാൾ ചെയ്യാം. 2018 തൊട്ട് നമ്മൾ എല്ലാ ഓങ്കോളജി സെൻറ്റേഴ്സിനും, അന്ന് അമൃതയും DDNMRCയുടെ സെൻറ്റേഴ്സും മാത്രമേ 2018 അമലയും ഉണ്ട്. അന്ന് തൊട്ടിട്ട് 3 കൊല്ലം കഴിഞ്ഞപ്പം ഇപ്പം ഏകദേശം 17ഓളം സെൻറ്റേഴ്സ് കേരളത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഐസോട്ടോപ്പ് ഇല്ലാണ്ട്, പെട്രോൾ ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതാണ് കീ, ഇഞ്ചക്ട് ചെയ്യാനായിട്ടുള്ള ഈ ഐസോട്ടോപ്പ്. ഇതിന് 110 മിനിറ്റാണ് ഹാഫ് ലൈഫ്. എല്ലാ 110 മിനിറ്റിലും ഇത് പകുതിയാവും. ഇപ്പൊ പണ്ട് ബോംബെ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഒരു ഡോസ് ഡെലിവറി, ഒരു ദിവസത്തെ ഒരു ഡോസ് ഡെലിവറി ചെയ്യണമെങ്കിൽ 47,000 രൂപ പ്ലസ് ടാക്സ് എന്നുള്ള ഒരു രീതിക്കായിരുന്നു അന്ന് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അത് 100 മില്ലിക്യൂരി എന്ന് പറയും. ml പകരം മില്ലിക്യൂരി, റേഡിയോ ആക്ടിവിറ്റിയുടെ അളവ് 100 മില്ലിക്യൂരി. ഇന്ന് നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ഓൾമോസ്റ്റ് 28,000 രൂപ 29,000 രൂപയ്ക്ക് ഓരോ ഹോസ്പിറ്റലിൻ്റെയും ഡോർ സ്റ്റെപ്പിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് വന്നു. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് കൂടുതലും കൂടെ കൊടുക്കാൻ പറ്റുന്ന ചുറ്റുപാട്. അങ്ങനെ 2019 തൊട്ടിട്ട് 18, 19, 20 ആ കാലഘട്ടത്തിൽ ഇന്ന് 20 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 17ഓളം പുതിയ സെൻറ്റേഴ്സ് കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അത്രയും ക്യാൻസർ രോഗികൾക്ക് PET-CT ഇമേജിങ്ങിൻ്റെ ഒരു ആക്സസ് കിട്ടി. ഇപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, മധുരയ്ക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഡെയിലി എല്ലാ ദിവസവും രാത്രിയിൽ ഒരു 11 മണിക്ക് നമ്മൾ ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മണി 3 മണിക്ക് ആദ്യത്തെ ഡോസുമായിട്ട് വണ്ടികൾ ഹോസ്പിറ്റലിൽ 7:30, 8 മണി 9 മണിക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പാകത്തിന് ഡോർ സ്റ്റെപ്പിലെത്തും. അപ്പം എനിക്ക് ഫ്ലൈറ്റിൽ ഇത് കൊണ്ടുവന്ന് എന്നോട് വലിയ താല്പര്യമില്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും VIP കയറി കഴിഞ്ഞാൽ ഈ മരുന്നെടുത്ത് പുറത്തു വയ്ക്കും, ഏതെങ്കിലും മന്ത്രി കയറിയാലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പൊ അന്ന് ഒരു ഹോസ്പിറ്റൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10-12 ക്യാൻസർ പേഷ്യൻസിന് അന്ന് മരുന്നില്ല. അപ്പൊ ഇത് DGCAയുടെ റൂൾസ് അനുസരിച്ച് പൈലറ്റ്സിന്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ പല എയർലൈൻസും ഫോളോ ചെയ്യുന്ന വേറെ പല പോളിസീസ് ആയിരുന്നു. പിന്നെ ഈ സാധനം വന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ CISF കസ്റ്റംസ് ആയിട്ട് വേണം ക്ലിയർ ചെയ്ത് വരാനായിട്ട്. അപ്പം ഇതിനെല്ലാം റേഡിയോ ആക്ടിവിറ്റിയുടെ ഈ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇവരിതിനെ ട്രീറ്റ് ചെയ്യണത് ബോംബായിട്ടാണ്. അപ്പൊ ഇത് താമസിക്കും തോറും ഇതിന്റെ ഈ ഹാഫ് ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റി കുറയുമായിരുന്നു. അപ്പൊ ആദ്യം ട്രിവാൻഡ്രത്ത് ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ബോംബെ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയായിരുന്നു വന്നോണ്ടിരുന്നത്. നേരെ പകുതിയാവും. ഇത് ആൾക്കാർക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഹെവി കോസ്റ്റും ഇങ്ങനത്തെ കുറെ പ്രോബ്ലംസും. പക്ഷെ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഇത് ബൈ റോഡ് ഡെലിവറി ചെയ്യാവുന്ന ഒരു ഫോർമുലയാക്കി മാറ്റിയതും ഡോർ സ്റ്റെപ്പിൽ ഡെലിവറി ചെയ്യാവുന്ന ഒരു സിസ്റ്റം ആക്കി മാറ്റിയതും. അതായിരുന്നു അതിന്റെ ഒരു ചേഞ്ച്. ശരി, എൻറ്റയർ ഓങ്കോളജി ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഒരൊറ്റ സൈക്ലോട്രോണേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് ഇത്രയും സെന്റേഴ്സിന് ഇന്ന രീതിയിൽ ഈ കോസ്റ്റിന് കിട്ടാൻ ഒറ്റയ്ക്ക് ഒരെണ്ണുള്ളൂ. ശരിക്കും ഇതൊരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റിനെയാണ് നമ്മൾ എടുത്ത് ചെയ്തതും. ഇപ്പൊ ഗവൺമെന്റിനും സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, RCCയിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ RCCയുടെ കോൺട്രാക്ട് ബേസിൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുന്നില്ല, അവർക്ക് അവിടുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈവൻ ദോ കോൺട്രാക്ട് ഇല്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങളാ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ
അതും ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളവന് മാത്രമേ ഇന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടാൻ പാടൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം ശരിയല്ല. എല്ലാവർക്കും അസുഖം ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഈക്വലി എല്ലാവർക്കും കിട്ടണം. അതിനുള്ള അവൈലബിലിറ്റി ഒരു ഫിക്സഡ് കോസ്റ്റിലോ അല്ലെങ്കിൽ ഒരു കോസ്റ്റിലോ അറിയുന്ന കോസ്റ്റിലോ ആക്സസ് ഉണ്ടാവണം. അതാണ് അതിന്റെ ന്യായം. അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻഇക്വാലിറ്റിയാണ് വരുന്നത്. അതെ അതെ